പ്ലസ് ടു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളിൽ ഒന്നാണ് ഗോസസ് തിയറം. ഗോസസ് തിയറം എന്ന് പറഞ്ഞപ്പോൾ ഗോസസ് തിയറം ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് തന്നെ പറയണം. ഗോസ് തിയറം ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഗോസ് തിയറം പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സുകളെ കുറിച്ചിട്ടുള്ള നിയമമാണ് ഗോസ് തിയറം. ഓക്കെ, അപ്പോൾ ഗോസ് തിയറം ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചുള്ള നിയമമാണെന്ന് അറിയാം. എങ്ങനെ തരത്തിലുള്ള ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് പിടിയിരിക്കണമെന്ന് വയ്ക്കാം. ഓക്കെ, ഇതിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രിക് ഫ്ലക്സ് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സർഫസ് എടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ ക്ലോസ്ഡ് ആയിട്ടൊരു സ്ഫെറിക്കൽ സർഫസ് എടുക്കുകയാണ്. ഓക്കെ, ദാ ഇങ്ങനെ എടുത്തു, സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ക്ലോസ് സർഫസ് എടുത്തു. ഇങ്ങനെ ഗോസസ് തിയറം പറയാനായിട്ട് ഞാൻ എടുക്കുന്ന ഈ സ്ഫെറിക്കൽ ആയിട്ടുള്ള ക്ലോസ്ഡ് സർഫസിനെ ഒരു പേര് വിളിക്കും ഗോഷ്യൻ സർഫസ്. എന്താ വിളിക്കുക? ഗോഷ്യൻ സർഫസ്. ഈ ഗോഷ്യൻ സർഫസിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആയതുകൊണ്ടാണ് സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് എന്ന് വിളിക്കുന്നത്. ഈ ഷേപ്പിന് സിലിണ്ടറിക്കൽ ആയിരുന്നെങ്കിൽ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് എന്ന് വിളിച്ചേനെ. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ട് ഗോസസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സർഫസിനെ എന്ത് വിളിക്കും? ഗോഷ്യൻ സർഫസ് എന്ന് വിളിക്കും. അതൊരു ഇമാജിനറി സർഫസ് ആണ്. ഓക്കെ, സപ്പോസ് ഇങ്ങനെ ആലോചിക്കുക, പ്ലസ് ടു എന്ന് പറഞ്ഞൊരു ചാർജ് ഇങ്ങനെ ഇരിക്കുന്നു. ആ ചാർജ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഫിയർ കൊണ്ട് അതിനെ മൂടി, ഉദാഹരണം പറഞ്ഞാൽ ഒരു പുതപ്പിട്ടിട്ട് ഇങ്ങനെ കെട്ടിട്ട് മൊത്തത്തെ മൂടി. അങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ ചാർജ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ് പറയണതെന്ന് നമുക്ക് നോക്കാം. ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ്, ഓക്കെ, ഈ ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് ഈ ക്ലോസ് സർഫസിന്റെ ഉള്ളിൽ ചാർജ് പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ചാർജ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്ലോസ് സർഫസ് ഉണ്ടെങ്കിൽ ഈ ക്ലോസ് സർഫസ് വഴി പുറത്തേക്ക് വരുന്ന ഫ്ലക്സിന്റെ അളവ് എന്ന് പറയുന്നത് phi is equal to 1/ε0 ഇൻറ്റു ഈ സർഫസിനുള്ളിലുള്ള ടോട്ടൽ ചാർജ് ആയിരിക്കും. സർഫസിനുള്ളിൽ ടോട്ടൽ ചാർജ് ക്യൂ ആണെങ്കിൽ ആ ക്യൂ ഇൻറ്റു 1/ε0 ചെയ്ത് കഴിഞ്ഞാൽ ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് കിട്ടും. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ്, ഒരു ക്ലോസ് സർഫസ് വഴി പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ്, കണ്ട 1/ε0 ടൈംസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ സർഫസ്. അതായത് സർഫസിനുള്ളിലുള്ള നെറ്റ് ചാർജ്, അതിവിടെ ക്യൂ ആയതുകൊണ്ട് ആ ക്യൂ എടുക്കുന്നു. ഇവിടെ 2q ആയിരുന്നെങ്കിൽ ഇവിടെ 2q വന്നേനെ, ഇവിടെ 3q ആയിരുന്നെങ്കിൽ ഇവിടെ 3q വന്നേനെ. എത്രയാണോ സർഫസിനുള്ളിലുള്ള ചാർജ് അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 1/ε0. അപ്പൊ എന്ത് കിട്ടും? ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ഈ സർഫസിൽ നിന്ന് പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ഓക്കെ, ഗോട്ട് ഇറ്റ്?